നമസ്കാരം. പ്രധാന വാർത്തകൾ. പുലിഭീതി നിലനിൽക്കുന്ന പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ പ്രതിഷേധം. പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് നീക്കിയത് ബലം പ്രയോഗിച്ച്. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്ന ജനപ്രതിനിധികളും നാട്ടുകാരും. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിൽ വാടക വീട്ടിൽ നിന്നും ലഹരി വസ്തുക്കളും പടക്കശേഖരവും പിടികൂടിയ സംഭവം. 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം പ്രതികൾക്കെതിരെ കേസ്. വല്ലപ്പുഴ പൊന്മുഖം മലയിലെ മണ്ണിടിച്ചിൽ. ഉദ്യോഗസ്ഥരുടെ സംഘം മലയിൽ പരിശോധന നടത്തി. മഴ തുടർന്നാൽ മലയോട് ചേർന്ന് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്ന ഉദ്യോഗസ്ഥർ. പാറക്കല്ലുകൾ വലിയ ഭീഷണി. നിർമ്മാണം പൂർത്തിയായി. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം നിർവഹിച്ച കുമരമ്പത്തൂർ പഞ്ചായത്ത് കെട്ടിടത്തിന് വീണ്ടും ടെൻഡർ വിളിച്ചതായി LDF. ഇത് വൻ അഴിമതിക്കുള്ള നീക്കമെന്നും നേതാക്കൾ. കെട്ടിട നിർമ്മാണ പൂർത്തീകരണത്തിനാണ് 20 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. പട്ടാമ്പി നഗരസഭയുടെ പൊതുശ്മശാന നവീകരണത്തിന് MP ഫണ്ട് വിനിയോഗിക്കാത്തതിൽ പ്രതിഷേധം. UDF കൗൺസിലർമാർ സെക്രട്ടറിയെ ഉപരോധിച്ചു. ഫണ്ട് നൽകിയിട്ടും വിനിയോഗിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് നേതാക്കൾ. മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളന പ്രചാരണ ജാഥയ്ക്ക് മണ്ണാർക്കാട് നൽകിയ സ്വീകരണങ്ങളിൽ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിട്ടുനിന്നത് ചർച്ചയാകുന്നു. നേരത്തെ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ എത്താതെ ജാഥ. വിട്ടുനിന്ന നേതാക്കൾക്കെതിരെ പാർട്ടിയിൽ അമർഷം. വിശദമായ വാർത്തകൾ നോക്കാം. നിരന്തരമായി പുലിയെ കാണുന്ന പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ഉപരോധം തുടർന്നതോടെ പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. പുലിയെ പിടികൂടാൻ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും പറഞ്ഞു. മണ്ണാർമല മാട് ഭാഗത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ 13 തവണയാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് ഈ ക്യാമറയ്ക്ക് തൊട്ടു താഴെ കെണിക്കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ കെണിയിൽ അകപ്പെടാതെ പുലി കൂടിന് സമീപത്തൂടെ പലതവണ നടന്നുപോയി. പെരിന്തൽമണ്ണ മണ്ണാർമല റോഡിനോട് ചേർന്ന മാട് ഭാഗത്തെ ജനവാസ മേഖലയാണിത്. ആളുകൾക്ക് ഭീഷണിയായ പുലിയെ പിടികൂടാൻ തക്കതായ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പലതവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. ഫോറസ്റ്റ് ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധവും നടത്തിയിരുന്നു. എന്നിട്ടും പരിഹാരമില്ലാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ റോഡ് ഉപരോധ സമരം നടത്തിയത്. പറയൂ അധികാരികളെ, പല തെളിവുകൾ തന്നിട്ടും പല കോലത്തിൽ കണ്ടിട്ടും ഉപരോധം തുടർന്നതോടെ പോലീസ് എത്തി സമരക്കാരെ റോഡിൽ നിന്നും ബലം പ്രയോഗിച്ച് നീക്കി. ജനങ്ങൾക്ക് അപായം സംഭവിക്കുന്നതിന് മുൻപ് പുലിയെ പിടികൂടാൻ തക്കതായ നടപടി വേണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ പറഞ്ഞു. അത് ജനത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളുടെ മുമ്പിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. കാരണം ജനം ഇപ്പോൾ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നൂൽപ്പാലമാണ്. അതല്ലെങ്കിൽ ഈ പ്രദേശം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു നൂൽപ്പാലമായി മാറിയിരിക്കുകയാണ്. കാരണം പുലിയുടെ മുമ്പിൽപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കരയാനും പ്രതിഷേധിക്കാനും ഒന്നും സമയമില്ലല്ലോ. പുലിയാണെങ്കിൽ നമ്മുടെ ജനവാസ കേന്ദ്രങ്ങളിലും ജനങ്ങൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന പാതയോരങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങാണ്. അപ്പോൾ പരമ്പരാഗതമായ രീതിയിൽ ഒരു ചട്ടപ്പടിക്ക് വേണ്ടി ഒരു കൂട് വെച്ച് കഴിഞ്ഞാൽ പുലി അതിൽ തന്നെ വന്ന് കയറിക്കൊള്ളും എന്ന രൂപത്തിൽ പ്രതീക്ഷയോടുകൂടി കാത്തുനിൽക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോടും ഭരണകൂടത്തോടും ഞങ്ങൾക്ക് യാചിക്കാനുള്ളത്, ഒരാൾ ഇതിൽ പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ കോമ്പൻസേഷനുമായിട്ട് വരലല്ല വേണ്ടത്. പുലിയെ ഇവിടുന്ന് തുരത്താൻ ആവശ്യമായിട്ടുള്ള നടപടി എടുക്കണം, അല്ലെങ്കിൽ പുലിയെ കൈയോടെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി എടുക്കണം. ഇത് രണ്ടുമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും അപായം ഇവിടെ സംഭവിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആകുന്നതിനും സംഭവിക്കുന്നതിനും മുമ്പുള്ള പടച്ചിലും കരച്ചിലും പ്രതിഷേധവുമാണ് ഇപ്പോൾ ഇവിടെ ജനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുലിയെ പിടികൂടാൻ നടപടി ആവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പലതവണ നിവേദനം നൽകിയതാണ്.
നിവേദനങ്ങൾക്കും ആളുകളുടെ ജീവനും പുല്ലവില കൽപ്പിക്കുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ പറഞ്ഞു. ഇവിടെ നിന്ന് DFOക്ക് തുടങ്ങി, കളക്ടറിൽ തുടങ്ങി, വഴുതക്കാടുള്ള ഹെഡ്ക്വാർട്ടർ മുതൽ പിടിച്ച് മിനിസ്ട്രി ലെവൽ വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പുലിഭീഷണിയുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുക്കാൻ വേണ്ടി ഞാൻ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ മിനിസ്ട്രി കൊടുത്ത നിവേദനത്തിൻ്റെ ഫലമായിട്ടോ ഹെഡ്ക്വാർട്ടറിൽ കൊടുത്ത നിവേദന ഫലമായിട്ടോ താങ്കളുടെ പരാതി അല്ലെങ്കിൽ താങ്കളുടെ നിവേദനം ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ കൈമാറിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് ഈ നിമിഷം വരെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊന്നും അത് പ്രസിഡൻ്റാണെന്നോ ബ്ലോക്ക് പ്രസിഡൻ്റാണെന്നോ നോക്കാതെ തന്നെ എന്ത് നിവേദനം കൊടുത്തു കഴിഞ്ഞാലും അതിന് പുല്ലുവില കൊടുക്കുന്ന ഒരു നിയമ സംവിധാനമാണ് ഇവിടെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ഇന്ന് നിത്യേന എന്നോണം ഈ പ്രദേശത്ത് പുലിയുടെ വിളയാട്ടം ഉണ്ടാകുമ്പോൾ അത് തടയാൻ വേണ്ട നേതൃത്വം അല്ലെങ്കിൽ അതിൻ്റെതായ ഉദ്യോഗസ്ഥന്മാരില്ലെങ്കിൽ അവരെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് സമരം. ഈ സമരം ജനവികാരം മാനിച്ചുകൊണ്ടും കുട്ടികളുടെയും അതേപോലെ പൊതുജനങ്ങളുടെയും ആവശ്യാർത്ഥമാണ് ഇത് സൂചനയായി നിർത്തിയത്. ഇനി ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇതിന് അടിസ്ഥാനപരമായ തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ ഈ പഞ്ചായത്തിലെ മൊത്തം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇതിന്റെ അവസാനം വരെ പോരാടുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രതിജ്ഞയെടുത്തു എന്നുള്ള പേരും കൂടി അറിയിക്കുകയാണ്. നാട്ടുകാരുടെ പുലിഭീതി സംബന്ധിച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ കളക്ടറെ കണ്ട് ബോധ്യപ്പെടുത്തി. ഇനിയും പുലിയെ പിടികൂടുന്നത് വൈകിപ്പിച്ചാൽ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ നീക്കം. ഞങ്ങൾ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, മറ്റ് ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഇതിലെ ഈ പ്രതിഷേധം ഇവിടെ പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. കളക്ടറോട് ഇതിൻ്റെ ഗൗരവതരമായിട്ടുള്ള വിഷയം പറയും. അദ്ദേഹത്തിനോട് അടിയന്തരമായിട്ട് ഈ വിഷയം ഗവൺമെൻറ്റിലും മറ്റ് ബന്ധപ്പെട്ട ആൾക്കാരിലും സമ്മർദ്ദം ചെലുത്തി പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളിലേക്കും ഞങ്ങൾ പോകും. അതല്ലെങ്കിൽ ഇവിടെ ധാരമുറിയാത്ത പ്രത്യക്ഷ സമരങ്ങളുമായിട്ട് നാട്ടുകാരെ സംഘടിപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഉപരോധ സമരത്തിന് വെട്ടത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ ഹൈദർ തോരപ്പ, റഹ്മത്ത് മോളി, നാട്ടുകാരായ ഷെഫീഖ് തോരപ്പ, സക്കീർ വള്ളുവനാടൻ, KT ഉമ്മർ, അബ്ദുറഹ്മാൻ CP, K ഉമ്മൽ ഫാറൂഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വല്ലപ്പുഴ പൊന്മുഖം മലയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. മലയോട് ചേർന്ന് താമസിപ്പിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തു. വല്ലപ്പുഴ പഞ്ചായത്ത് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പൊന്മുഖം മലയിൽ വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നതായി പരാതി ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മലയിൽ സംയുക്ത പരിശോധന നടത്തിയത്. പഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് വലിയ തോതിലുള്ള പാറക്കല്ലുകൾ ഭീഷണി ഉയർത്തുന്നതായി പരാതി ഉയർന്നത്. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നാട്ടുകാരുടെ ആശങ്കകൾ ശരിവെക്കുന്ന തരത്തിലുള്ള സ്ഥിതിയാണ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശക്തമായ മഴയുള്ള സമയത്താണ് അപകട ഭീഷണി വലിയ തോതിൽ ഉയർന്നത്. ഈ വേളയിൽ ഇവിടെയുള്ള ആളുകളെ മാറ്റി താമസിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്നത്. ജില്ലാ ജിയോളജിസ്റ്റും ജില്ലാ മൺസംരക്ഷണ ഓഫീസിൽ നിന്ന് പ്രതിനിധിയും പിന്നെ ജില്ലാ ഹസാർഡ് അനലിസ്റ്റുമായി ഞാനും ഇന്ന് ഇവിടെ ഒരു സംയുക്ത പരിശോധനയ്ക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റിയത് നല്ല ഒരു പ്രശ്നമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ഞങ്ങൾ ഒരു റിപ്പോർട്ടും തയ്യാറാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന്റെ സജഷനും കൊടുത്തിട്ട് സർക്കാരിലേക്ക് ഞങ്ങൾ ഒരു റിപ്പോർട്ട് അയക്കുന്നതായിരിക്കും. മഴ സമയത്ത് നല്ല രീതിയിൽ നല്ല പ്രശ്നമായിട്ടുള്ള കണ്ടിട്ടും കേട്ടറിവും വെച്ചിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് നല്ല രീതിയിൽ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ മഴ സമയത്ത് എന്തായാലും മാറി താമസിക്കണം എന്നുള്ള ഒരു സജഷൻ തന്നെയാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത്. ഏതൊക്കെ ദിവസം അലർട്ട് കിട്ടുന്നു, അലർട്ടുള്ള നല്ല ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ആ സമയങ്ങളിൽ കുറച്ച് ദിവസങ്ങളിലും ആവശ്യമായ സാധനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് ആയാലും അങ്ങനെയുള്ള ആവശ്യമായ സാധനങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിലോ അല്ലെങ്കിൽ ക്യാമ്പാണെങ്കിൽ ക്യാമ്പിലോട്ട് മാറണമെന്ന് സജഷൻ തരാം. ജിയോളജി, മണ്ണ് സംരക്ഷണം, റവന്യൂ ഉൾപ്പെടെയുള്ള വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ആരുൺ വിൽസൺ, കിരൺ, ലേഖ ചാക്കോ, മണ്ണ് സംരക്ഷണ ഓവർസിയർ CV നരേന്ദ്രൻ, വില്ലേജ് ഓഫീസർ PV പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പഞ്ചായത്ത് അംഗം ബാബു, സന്തോഷ് കുമാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിൽ വാടക വീട്ടിൽ നിന്നും ലഹരി വസ്തുക്കളും ലൈസൻസ് ഇല്ലാതെ സൂക്ഷിച്ച പടക്കശേഖരവും പിടികൂടി. കേസിൽ 6 പേരെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വാടക വീട്ടിൽ നിന്നും ലഹരി വസ്തുക്കളും ലൈസൻസ് ഇല്ലാതെ സൂക്ഷിച്ച പടക്കശേഖരവും പിടികൂടിയത്. 600 ഗ്രാം കഞ്ചാവും 49 ഗ്രാം മെത്താഫിറ്റമിനും 12 ബോക്സുകളിലായി സൂക്ഷിച്ച പടക്കശേഖരവുമാണ് പിടികൂടിയത്. കേസിൽ 6 പേരെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം പൂളക്കുണ്ട് കൊരട്ടിയിൽ വീട്ടിൽ 30-കാരനായ ഷാനിഫ്, ഷൊർണൂർ കുളപ്പുള്ളി കൈപ്പുള്ളി വീട്ടിൽ 26-കാരനായ വിഘ്നേഷ്,
ഷൊർണൂർ ഗണേശഗിരി ഷാ മൻസിലിൽ 39-കാരനായ ഷബീർ, ഒറ്റപ്പാലം പൂളക്കുണ്ട് കുന്നത്ത് വീട്ടിൽ 24-കാരനായ മുഹമ്മദ് മുസ്തഫ, ഒറ്റപ്പാലം കൊല്ലത്ത് വീട്ടിൽ 27-കാരനായ ഷാഫി, ഷൊർണൂർ ചടുവാലത്തൂർ കുന്നത്ത് വീട്ടിൽ 27-കാരനായ സനിൽ എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായാണ് യുവാക്കൾ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതെന്നും പോലീസ് അറിയിച്ചു. കൂടാതെ വിഷുവിന്റെ വിൽപ്പനയ്ക്ക് ശേഷമുള്ള പടക്കമാണ് പ്രതികൾ സൂക്ഷിച്ചിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. പട്ടാമ്പി നഗരസഭയുടെ പൊതുശ്മശാന നവീകരണത്തിന് MP ഫണ്ട് വിനിയോഗിക്കാത്തതിനെതിരെ UDFന്റെ പ്രതിഷേധം. നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. MP ഫണ്ട് ലഭ്യമാക്കിയിട്ടും അത് വിനിയോഗിക്കാത്തത് നഗരസഭാ ഭരണസമിതിയുടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും UDF നേതാക്കൾ ആരോപിച്ചു. MP ഫണ്ട് കിട്ടിയിട്ടും 50 ലക്ഷം കിട്ടിയിട്ടും നിരസിക്കുന്ന അധികാരികളെ പട്ടാമ്പി നഗരസഭയുടെ പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ MP ഫണ്ട് ലഭ്യമാക്കിയിരുന്നു. എന്നാൽ പൊതുശ്മശാനം പ്രവർത്തിക്കാനുള്ള അനുമതിക്കായി കാത്തിരിക്കുകയായിരുന്നു. അനുമതി ലഭിച്ചു കഴിഞ്ഞപ്പോൾ MP ഫണ്ട് ലഭ്യമാക്കി. എന്നാൽ ഇത് വിനിയോഗിക്കാൻ നഗരസഭ തയ്യാറാവുന്നില്ലെന്നും പകരം ഫണ്ട് ലഭ്യമായില്ലെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തുകയാണെന്നുമാണ് UDFന്റെ ആക്ഷേപം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് UDF കൗൺസിലർമാരും നേതാക്കളും നഗരസഭാ സെക്രട്ടറി ഇൻചാർജിനെ ചൊവ്വാഴ്ച ഉപരോധിച്ചത്. MP ഫണ്ടിന് അനുമതി നൽകിയിട്ടുള്ള ജില്ലാ കളക്ടറുടെ കത്ത് നഗരസഭയിൽ ലഭ്യമായിട്ടും അത് ലഭിച്ചില്ലെന്ന ബന്ധപ്പെട്ടവരുടെ വാദത്തെ UDF ചോദ്യം ചെയ്തു. ഇത് ഉദ്യോഗസ്ഥരും നേതാക്കളും തമ്മിലുള്ള വാക്കേറ്റത്തിനും ഇടയാക്കി. തുടർന്ന് AE എത്തിയാണ് കളക്ടറുടെ കത്ത് ലഭ്യമായ വിവരം വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാമെന്ന് തുടർന്ന് സെക്രട്ടറി ഇൻചാർജ് സമരക്കാരെ അറിയിച്ചു. തുടർന്നാണ് UDF പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിലാണ് നഗരസഭാ ഭരണസമിതി MP ഫണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ജില്ലാ കളക്ടറുടെ കത്ത് പൂഴ്ത്തിവെക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ അറിയിച്ചു. പട്ടാമ്പി നഗരസഭയുടെ സ്വന്തമായ സ്ഥലത്ത് ശ്മശാനം നിർമ്മിക്കാൻ പാലക്കാട് MP ആയി തെരഞ്ഞെടുത്ത് ആദ്യം ജില്ലയിൽ അനുവദിച്ച ഫണ്ട് പട്ടാമ്പി നഗരസഭയ്ക്ക് 50 ലക്ഷമാണ്. ആ 50 ലക്ഷം ഇവിടെ അനുവദിക്കുമ്പോൾ വേറെ ഒരു ജനപ്രതിനിധി ഒരു ഫണ്ടും ആ നിമിഷം വരെ തന്നിട്ടില്ല. പക്ഷേ നിർഭാഗ്യവശാൽ പല കാരണങ്ങൾ കൊണ്ട് പട്ടാമ്പിയിലെ നഗരസഭാ ഭരണസമിതി പല കാരണങ്ങൾ കൊണ്ട് ഇത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് ഞങ്ങൾ നിരന്തരമായി കൗൺസിൽ മീറ്റിങ്ങിൽ ഇടപെട്ടു. അതേപോലെ കലക്ടർ ഇതിന് ഭരണാനുമതി നൽകി. എല്ലാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും പട്ടാമ്പി നഗരസഭയ്ക്ക് അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്ന് പണിത് കൊടുക്കാമെന്നിരിക്കെ ആ ഫണ്ടിന് വേണ്ടി ജില്ലാ കലക്ടർ നഗരസഭയ്ക്ക് രേഖാമൂലം സെക്രട്ടറിക്കും ഇവിടുത്തെ ഭരണസമിതിക്ക് ലെറ്റർ അയച്ച് ആ ലെറ്ററിൽ തുടങ്ങാൻ ഒരു തടസ്സമില്ലാതിരിക്കുമ്പോൾ വികലമായ മതിൽക്കെട്ടിനും അതുപോലെ തന്നെ കട്ടവിരിക്കാനും ഒക്കെ MPയുടെ ഫണ്ട് ഇവിടെ പ്ലാൻ ചെയ്ത് ഇവിടുത്തെ AE മുഖാന്തരം നഗരസഭ അയച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പട്ടാമ്പിയിലെ ജനങ്ങളോട് പറഞ്ഞൊരു നുണ ഉണ്ട്. MPയുടെ ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നാണ് ചെയർപേഴ്സൺ പട്ടാമ്പിയിലെ ജനങ്ങളോട് പറഞ്ഞത്. ഇത് തികച്ചും ഈ മാസം 11-ാം തീയതി കളക്ടറേറ്റിൽ നിന്ന് ബഹുമാനപ്പെട്ട കളക്ടർ പട്ടാമ്പി നഗരസഭാ സെക്രട്ടറിക്ക് അയച്ച കത്താണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു കത്ത് ഇവിടെ ലഭിച്ചിട്ട് അത് പൂർത്തിവെക്കുകയാണ് ഭരണസമിതി ചെയ്തത്. എന്നിട്ട് ജനങ്ങളോട് പറയുന്നത് MP അത്തരമൊരു ഫണ്ട് അനുവദിച്ചില്ല. കാരണം ഇതിനു മുമ്പ് മെയ് മാസത്തിൽ ഇതുപോലെ ഒരു കത്ത് 2025 മെയ് മാസത്തിൽ ആദ്യം ഒരു കത്ത് ഇങ്ങോട്ട് അയച്ചു. ആ കത്തിന് മറുപടി കൊടുക്കാത്തതിന്റെ പേരിലാണ് സെപ്റ്റംബർ മാസം 12-ാം തീയതി ഒരു കത്ത് വീണ്ടും ഈ ഫണ്ട് ലാപ്സാവുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടറേറ്റിൽ നിന്ന് അയച്ചത്. MP അയച്ച കത്തല്ല, ബഹുമാനപ്പെട്ട കളക്ടറാണ് ഒഫീഷ്യൽ കത്ത്. ഈ കത്തുകൾ പൂർത്തിവെച്ച് ഈ ഫയലുകൾ പൂർത്തിവെച്ചുകൊണ്ടാണ് പട്ടാമ്പിയുടെ ചെയർപേഴ്സൺ പട്ടാമ്പിയിലെ ജനങ്ങളോട് നുണ പറയുന്ന രീതി. MP ഫണ്ട് ലഭിച്ചിട്ടില്ലെന്ന നഗരസഭാ ചെയർപേഴ്സന്റെ വാദം തെറ്റാണെന്ന് തെളിഞ്ഞുവെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന ചെയർപേഴ്സൺ ഇതിന് മറുപടി പറയണമെന്നും UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. സെക്രട്ടറി ഇടയ്ക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. അതായത് സെക്രട്ടറി ഇടയ്ക്ക് അറിയാതെയാണ്, അല്ലെങ്കിൽ സെക്രട്ടറി നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും, ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും. 19 പാസ്സായത് 2021 പുതിയ മുനിസിപ്പൽ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഈ ഫണ്ട് തൽക്കാലം നിലവിൽ കേസുള്ള കാരണം തൽക്കാലം നിർത്തിവെക്കാൻ പറഞ്ഞു. MP നിർത്തിവെച്ചു. അതിനുശേഷം 1.5 വർഷത്തോളം അത് മാറ്റിവെച്ചു. 24 വൈസ് ചെയർമാൻ ലെറ്റർ പ്രകാരമാണ്, കത്ത് പ്രകാരമാണ് MP ഫണ്ട് അനുവദിച്ചത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ദിവസം വരെ ആ ഫണ്ട് ഗവൺമെന്റ് അക്കൗണ്ടിൽ കിടക്കുകയാണ്. ആ ഫണ്ട് നിലവിൽ ഉണ്ടായും കൊണ്ടാണ് ചെയർപേഴ്സൺ പറയുന്നത് ഇത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത്. ശരിക്കും MLA തെറ്റിദ്ധരിപ്പിച്ച MLAയുടെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. MLAയുടെ കത്ത് MLA മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന കത്ത് പ്രകാരമാണ് MLA കാര്യങ്ങൾ ചെയ്യുന്നത്. KR നാരായണസ്വാമി, C സംഗീത, ET ഉമ്മർ കിഴായൂർ, MK മുഷ്താഖ്, ജയശങ്കർ കൊട്ടാരത്തിൽ, K ബഷീർ, ജിതേഷ് മോഴിക്കുന്നം ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി.
നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം നിർവഹിച്ച കുമരംപുത്തൂർ പഞ്ചായത്ത് കെട്ടിടത്തിന് വീണ്ടും ടെൻഡർ വിളിച്ചതായി കുമരംപുത്തൂർ പഞ്ചായത്ത് LDF കമ്മിറ്റി. ടെൻഡർ ബുധനാഴ്ച തുറക്കും. നിർമ്മാണം പൂർത്തിയായ കെട്ടിടം നിർമ്മിക്കാൻ വീണ്ടും ടെൻഡർ വിളിച്ചത് വൻ അഴിമതിക്കെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ മാസം 8-നാണ് പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തത്. എല്ലാ പണികളും പൂർത്തിയായെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു. 3 ഘട്ടമായാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് ടെൻഡർ വിളിച്ചിരുന്നത്. നിർമ്മാണ പൂർത്തീകരണത്തിന് 20 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന്റെ ടെൻഡർ ക്ഷണിച്ചത് ഉദ്ഘാടനത്തിന് ശേഷം ജൂലൈ 7-നാണ്. ടെൻഡർ തുറക്കുന്നത് ബുധനാഴ്ചയാണ്. അതേസമയം കെട്ടിടം ഓഗസ്റ്റ് 8-ന് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ടെൻഡർ നടപടി പൂർത്തിയാകാതെയാണ് കെട്ടിടം നിർമ്മിച്ചതെങ്കിൽ ആരാണ് നിർമ്മിച്ചതെന്ന് ഭരണസമിതി വ്യക്തമാക്കണമെന്ന് LDF നേതാക്കൾ പറഞ്ഞു. കരാറുകാരനും പഞ്ചായത്ത് സെക്രട്ടറിയും ഏജൻസിയാണെങ്കിൽ ഏജൻസി പ്രതിനിധിയും ഒപ്പുവെച്ച ഉടമ്പടി വേണം. അതില്ലാതെ നിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആരാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഭരണസമിതി വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. നാളെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന സിൽക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഈ എസ്റ്റിമേറ്റ് കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ അറിവോട് കൂടിയിട്ടുള്ളതാണോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഇവിടെ നമുക്ക് സംശയം തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പത് ശ്രദ്ധിച്ചതുകൊണ്ട് മനസ്സിലായതാ, സമാനമായ എത്ര വർക്കുകൾ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അവർ ചെയ്തിട്ടുണ്ടാവും. ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയവർ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നു. 4-5 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ അതേ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എസ്റ്റിമേറ്റ് കൂടി ഇതുപോലെ വ്യാജമായിട്ട് അവർ ഉണ്ടാക്കിയിട്ടില്ല ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ. ഈ വർക്കിനാരാണ് നാഥൻ? ഏത് ഏജൻസിയാണ് വർക്ക് പാഠം പൂർത്തീകരിച്ചിട്ടുള്ളത്? ആരായിരുന്നു ഇതിന്റെ കരാറുകാരൻ? ഏത് കരാറുകാരനുമായിട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ടിട്ടുള്ളത്? ഏത് കരാറുകാരനുമായിട്ടാണ് സിൽക്കിന്റെ MD ഒപ്പുവെച്ചിട്ടുള്ളത്? വഴി കൂടി നടന്നു പോകുന്നവൻ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് വർക്ക് നടത്തി എന്നല്ല ഇതിന്റെ പച്ചമലയാളം. അപ്പോ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇത് നമ്മൾ സിൽക്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർ അത്ഭുതപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അവരിതിന്റെ പ്രൊസീജിയർ തുടങ്ങിയിട്ടുള്ളൂ. ഈ വർക്കിന്റെ അവർ 19-ാം തീയതി ഇതിന്റെ ടെൻഡർ പൂർത്തീകരിച്ചാൽ, ഓപ്പൺ ചെയ്ത ഒരു കരാറുകാരനെ ഏൽപ്പിച്ചാൽ അവരുടെ അടുത്ത ഒരു സ്റ്റെപ്പ് ഉണ്ട്. സിൽക്കിന്റെ MD ആരാണോ കരാറുകാരൻ അയാള്, പഞ്ചായത്തിന്റെ സെക്രട്ടറി, ഈ 3 ആളുകൾ കൂടിയുള്ള എഗ്രിമെന്റ് വേണം. ആ എഗ്രിമെന്റ് നടപടികൾ പൂർത്തീകരിച്ചതിന്റെ ശേഷം മാത്രമേ വർക്ക് ആരംഭിക്കാൻ പറ്റുള്ളൂ. ഉദ്ഘാടനം ചെയ്ത 1 മാസം പിന്നിട്ടപ്പോഴാണ്, 1 മാസം പിന്നിടുമ്പോഴാണ് ഇതിന്റെ ടെൻഡർ പോലും സിൽക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്തിട്ടുള്ളത്, ഇത് ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്നിട്ടുള്ള പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഭരണസമിതിയിൽപ്പെട്ട ചില പ്രധാനികളുണ്ട്. എല്ലാവരും ഇത് ഞങ്ങൾ പറയുന്ന സമയത്ത് മാത്രം പറഞ്ഞ UDF-ന്റെയും LDF-ന്റെയും ആളുകളുണ്ട്. ഇത് എത്ര ധൃതിപ്പെട്ടാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന് അറിയോ? സിൽക്കിനെ അവർ സമീപിച്ചതിന് ശേഷം 7-ാം മാസം 7-ാം തീയതി നിങ്ങൾ സമർപ്പിച്ച പ്രൊജക്ട് അനുസരിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നൊരു സമ്മതപത്രം പഞ്ചായത്തിൽ കൊടുക്കുക. 7-ാം മാസം 7-ാം തീയതിയാണ് സമർപ്പിക്കുന്നത്. CPM ലോക്കൽ സെക്രട്ടറി ഐലക്കര മുഹമ്മദ് അലി, CPI ലോക്കൽ സെക്രട്ടറി V സത്യൻ, ശ്രീരാജ് വെള്ളപ്പാടം, SR ഹബീബുള്ള, G സുരേഷ് കുമാർ, V മനോജ് കുമാർ, റാഫി മൈലൻകോട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളന പ്രചാരണ ജാഥയ്ക്ക് മണ്ണാർക്കാട് മണ്ഡലത്തിൽ നൽകിയ സ്വീകരണങ്ങളിൽ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിട്ടുനിന്നത് ചർച്ചയാകുന്നു. നേരത്തെ നിശ്ചയിച്ച സ്വീകരണ സ്ഥലങ്ങളിൽ ജാഥ എത്തിയില്ല. കുമരംപുത്തൂർ, അലനല്ലൂർ, തെങ്കര പഞ്ചായത്തുകളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകിയില്ല. ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ജാഥ ക്യാപ്റ്റനും ജില്ലാ ജനറൽ സെക്രട്ടറി TA സിദ്ദിഖ് വൈസ് ക്യാപ്റ്റനുമായ ജാഥയാണ് ജില്ലയിൽ പ്രചാരണം നടത്തുന്നത്. 15-ന് കുമരംപുത്തൂർ പള്ളിക്കുന്നിൽ നിന്ന് ജാഥ തുടങ്ങാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. തുടർന്ന് കുന്തിപ്പുഴ, ചങ്ങിനീരി, പള്ളിപ്പടി, മണ്ണാർക്കാട്, ചന്തപ്പടി, മുണ്ടേക്കരാട്, ആര്യമ്പാവ്, കോട്ടപ്പാടം, കോട്ടപ്പള്ള, കുളപ്പറമ്പ്, അലനല്ലൂർ, നാട്ടുകൽ, 53-ാം മൈൽ, ചേത്തല്ലൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ മണ്ഡലം കമ്മിറ്റിയുടെയും ചില പഞ്ചായത്ത് കമ്മിറ്റികളുടെയും നിസ്സഹകരണമാണ് ജാഥയുടെ സ്വീകരണം പുനഃക്രമീകരിക്കാൻ നിർബന്ധിതരാക്കിയത്. അരിയൂർ ബാങ്ക് വിഷയത്തിൽ ആരോപണ വിധേയർക്കെതിരെ നടപടി വേണമെന്നും ആരോപണ വിധേയർ കൂടി നടത്തുന്ന ജാഥയ്ക്ക് സ്വീകരണം നൽകേണ്ടതില്ലെന്നാണ് സ്വീകരണവുമായി സഹകരിക്കാത്തവരുടെ നിലപാട്. ലീഗിന്റെ ശക്തി കേന്ദ്രമായ മണ്ണാർക്കാട് സ്വീകരണം ഉണ്ടായേക്കില്ലെന്ന് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ മുണ്ടേക്കരാട് നിന്ന് ജാഥ ആരംഭിച്ചത്. നഗരസഭയിലെ കുന്തിപ്പുഴയിലും കോട്ടപ്പാടം പഞ്ചായത്തിലെ ആര്യമ്പാവിലും സ്വീകരണം നൽകി. നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ജില്ലാ പ്രസിഡന്റ് നയിക്കുന്ന ജാഥയെ സ്വീകരിക്കാനെത്തിയില്ല. തെങ്കരയിൽ സ്വീകരണം നൽകിയില്ലെങ്കിലും മണ്ണാർക്കാട് നൽകിയ സ്വീകരണത്തിൽ തെങ്കരയിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുത്തു. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയുടെ ജാഥയ്ക്കുള്ള സ്വീകരണത്തിൽ നിന്ന്
മണ്ഡലം പ്രസിഡന്റ് വിട്ടുനിന്നത് ജില്ലാ നേതൃത്വം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. എന്ന നിലയിൽ ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഹിമാലയ തുല്യമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അറബിക്കടലിന്റെ തിരമാലകളെ വെല്ലുന്ന പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് അലാവുദ്ദീൻ അത്ഭുത വളക്ക് കണക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും. ഞങ്ങളെ നയിക്കുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്, പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അത് മറക്കരുത് എന്ന് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം നയിക്കുന്ന വാഹനജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. സെപ്റ്റംബർ 25 മുതൽ 27 വരെയാണ് സമ്മേളനം നടക്കുന്നത്. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം നയിക്കുന്ന വാഹനജാഥയ്ക്കാണ് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകിയത്. സെപ്റ്റംബർ 25 മുതൽ 27 വരെയാണ് സമ്മേളനം നടക്കുന്നത്. അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, ടി എ സലാം മാസ്റ്റർ, കെ എ അസീസ്, എം ഹമീദ്, പി എ തങ്ങൾ, പി എ ഷൗക്കത്ത്, സി പി സാദിഖ്, പി എം എ ജലീൽ, പി മുഹമ്മദ് കാസിം, എം ഉമർ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം നന്ദി അറിയിച്ചു സംസാരിച്ചു. ഞങ്ങളുടെ പാർട്ടി ഉള്ള ഇടത്ത് സാധാരണ രാഷ്ട്രീയ പാർട്ടിയുടെ മാതിരിയല്ല. സാധാരണ രാഷ്ട്രീയ പാർട്ടി ആ പണിയും മുക്കാ ചൊറുക്കും. ഞങ്ങള് മുക്കാ ചൊറുക്കും ആ പണി ഞങ്ങൾ ചെയ്യാറില്ല. കാര്യരൂപിന്റെ കരുത്തുള്ള പാർട്ടിയാണ് ഒറ്റപ്പാലത്തെ മുസ്ലിം ലീഗ്. കാന്താരി മുളകിന്റെ ചുടയും ഉണ്ടാവാറുണ്ട്, ചിലപ്പോ കരിമരുന്നിന്റെ സ്ഫോടനവും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ മുഖലക്ഷണങ്ങളാണ്. എന്താണ് ഇതൊക്കെ കാരണമെന്ന് ചോദിച്ചാൽ, ഞങ്ങളിപ്പോ രാഷ്ട്രീയ ഗോപുര നടയിൽ നെറ്റിപ്പട്ടം കെട്ടി ആനയായി ഇങ്ങനെ നിൽക്കുകയാണ്. ചെവി ഇങ്ങനെ വീശുകയാണ്, തലയിട്ട് ആട്ടുകയാണ്, കൊമ്പ് കൊണ്ട് കുലുക്കുകയാണ്. ഭരണകർത്താക്കൾ ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ കേൾപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് ജുഡീഷ്യറി. 1948 ലീഗ് ഉണ്ടാക്കുമ്പോൾ ആയതെന്ന് പറഞ്ഞത് രാഷ്ട്രീയക്കാരൻ അതിര് കടന്നു പോകുമ്പോൾ രാഷ്ട്രീയക്കാരൻ നമ്മളോട് അവഗണന കാണിക്കുന്നു, ഭരണകർത്താക്കൾ അവഗണന കാണിക്കുന്നു, ജുഡീഷ്യറി അവഗണന കാണിക്കുന്നു. അപകടം തുടർക്കഥയായ മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് റോഡിലെ കുന്നത്തുള്ളി കവലയിൽ വീണ്ടും അപകടം. റോഡിനോട് ചേർന്നുള്ള അഴുക്കുചാലിൽ കാർ മറിഞ്ഞു. ആഴമുള്ള ചാലിന് സ്ലാബ് ഇല്ലാത്തതാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ. റോഡിന് വീതി കുറവുള്ള ഈ ഭാഗത്ത് ആഴത്തിലുള്ള അഴുക്കുചാലാണുള്ളത്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് പോകാൻ റോഡോരത്തേക്ക് വാഹനം ഒതുക്കുമ്പോഴാണ് ചാലിലേക്ക് മറിഞ്ഞു വീണ് അപകടമുണ്ടാകുന്നത്. പ്രദേശത്ത് കാട് കയറിയതോടെ അഴുക്കുചാൽ കാണാനാകാത്തതും അപകടത്തിന് വഴിയൊരുക്കുന്നുണ്ട്. നേരെയുള്ള റോഡായതിനാൽ ഈ ഭാഗത്ത് പരമാവധി വേഗതയിലാണ് യാത്രക്കാർ വാഹനം ഓടിക്കുന്നത്. നേരത്തെ ഈ ഭാഗത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റവർ ഇപ്പോഴും ചികിത്സയിലാണ്. അടിയന്തരമായി സ്ലാബിട്ട് ചാല് മൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തകർന്നു കിടക്കുന്ന തിരൂർക്കാട് ആനക്കയം റോഡിൽ കുഴികളടച്ച് സർക്കാർ ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി. പാർട്ടിയുടെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് ലീഡേഴ്സ് മീറ്റിലാണ് സർക്കാരിനെ കുറ്റപ്പെടുത്തിയത്. 14 വർഷമായി റീടാറിംഗ് നടത്താത്ത തിരൂർക്കാട് ആനക്കയം സംസ്ഥാനപാതയിൽ തിരൂർക്കാട് മുതൽ തകർന്നു കിടക്കുകയാണ് റോഡ്. അനുകൂല കാലാവസ്ഥ ഉണ്ടായിട്ടും പൊതുമരാമത്ത് വകുപ്പും LDF സർക്കാരും ചെറിയ കുഴികളടയ്ക്കുകയും വലിയ കുഴികളിൽ കോറി വേസ്റ്റ് നീക്കുകയും ചെയ്ത് ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭാരവാഹികൾ ആരോപിച്ചു. തിരൂർക്കാട് ഹമ്മദ് ITIയിൽ സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റിലാണ് നേതാക്കൾ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയത്. റോഡിന്റെ ഇരുവശങ്ങളിലും മഴവെള്ളം ഒഴുകിപ്പോകാൻ നിർമ്മിച്ച ഡ്രെയിനേജുകൾ മുഴുവനും അടഞ്ഞുകിടക്കുകയാണ്. ഇതോടെ മഴവെള്ളം നേരിട്ട് റോഡിലൂടെ ഒഴുകിപ്പോവുകയും റോഡ് വേഗം തകരുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് നേതാക്കൾ പറഞ്ഞു. ആനക്കയം റോഡ് യാത്രാ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളാണ് ഇന്ന് ഇവിടെയുള്ളത്. 14 വർഷമായി ആ റോഡ് റീടാറിംഗ് ചെയ്തു. എന്നാൽ ഈ വർഷത്തെ മഴ നേരത്തെ എത്തിയത് കാരണം റോഡ് വലിയ കുണ്ടും കുഴികളും നിറഞ്ഞ റോഡായി മാറി. ഇന്നലെ പൊതുമരാമത്ത് വകുപ്പ് റോഡടക്കാൻ വേണ്ടി ടാറുമായി വന്നിട്ടുണ്ട്. ചെറിയ കുഴികളിൽ ടാറൊഴിച്ച് ജെല്ലിയിട്ട് നടക്കുകയും വലിയ കുഴികളിലൊക്കെ കോറി വേസ്റ്റ് കൊടുത്ത് നടക്കുകയും ചെയ്ത ഒരവസ്ഥയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇത്
ഇടതുപക്ഷ സർക്കാർ ജനങ്ങളോട് കഴിയുന്ന, അഥവാ പ്രത്യേകിച്ച് മങ്കട മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു റോഡ്, സംസ്ഥാന പാതയായ ഒരു റോഡ് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അത്രക്കും കുഴിയും കുണ്ടും നിറഞ്ഞ് ഒളിഞ്ഞു കിടക്കുന്ന റോഡാണ് തിരൂർക്കാട് ആനക്കായം റോഡ്. വെൽഫെയർ പാർട്ടിയെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം സമരപ്രക്ഷോഭങ്ങൾ നടത്തിയിട്ട് ജനകീയ സമരങ്ങൾ നടന്നു കണ്ണു തുറക്കാത്ത ഇടതുപക്ഷ സർക്കാരിനോട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ, റീടാറിംഗ് ചെയ്ത് റോഡ് പൂർണ്ണ ഗതാഗത യോഗ്യമാക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് സർക്കാരിനോടും പൊതുമരാമത്ത് വകുപ്പിനോടും ആവശ്യപ്പെടാറുണ്ട്. റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടി വർഷങ്ങൾക്ക് മുമ്പ് പാസ്സായിരുന്നിട്ടും അധികാരികളുടെ അനാസ്ഥ മൂലം ഇത് നടപ്പിലാക്കിയിട്ടില്ലെന്നും യോഗം കുറ്റപ്പെടുത്തി. സ്ഥലം MLA നിരവധി തവണ നിയമസഭയിൽ വിഷയമുയർത്തിയിട്ടും ഫണ്ട് അനുവദിക്കാതെ ഇടതുപക്ഷ സർക്കാർ ജനങ്ങളെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും യോഗം അഭിപ്രായപ്പെട്ടു. റോഡ് പൂർണ്ണമായും റീടാറിംഗ് ചെയ്ത് അഴുക്കുചാലുകൾ വൃത്തിയാക്കണമെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് ലീഡേഴ്സ് മീറ്റ് ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു. FITU ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം, പാർട്ടി മങ്കട മണ്ഡലം പ്രസിഡന്റ് KP ഫാറൂഖ്, പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ മനാഫ് തോട്ടോളി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീർ അരിപ്ര, 2ാം വാർഡ് മെമ്പർ സ്വാലിഹ, നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. നസീമ മദാരി, ആഷിഖ് ചാത്തോലിയിൽ, സാഹിദ ഖാലിദ്, സലീൽ ബാബു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തും ICDSും ചേർന്ന് വയോജന സംഗമം സംഘടിപ്പിച്ചു. വയോമഞ്ജരി എന്ന പേരിൽ നടത്തിയ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നുള്ള 110 വയോജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ പഞ്ചായത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മറ്റു പഞ്ചായത്തുകൾക്കൊക്കെ തന്നെ മാതൃകയാകും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വലിയ കുഴപ്പമില്ലാതെ ഏവരെയും പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ടാണ് ഈ 5ാമത്തെ വർഷം പൂർത്തിയാക്കാൻ പോകുന്നത്. അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സുദീർഘമായി പ്രസംഗിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഭരണസമിതി എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. അതിലൊന്നാണ് നമ്മൾ ഇന്നിവിടെ ഈ കൂടിയിരിക്കുന്ന വയോമഞ്ജരി എന്ന നാമകരണം. സമീറ സലീം, KK ഷൗക്കത്ത്, K അനസ്, N സാജിറ, M മോഹനൻ, ഉമ്മർ കുന്നത്ത്, EP ബഷീർ, C വിജിത, ഫസീല നൌഷാദ്, C ചാമി, പ്രഭാവതി, ലക്ഷ്മിക്കുട്ടൻ, ICDS സൂപ്പർവൈസർ വാണിശങ്കർ, രേണുക തുടങ്ങിയവർ സംസാരിച്ചു. സുധീഷ് ശേഖർ, ശരൺ അപ്പു എന്നിവർ നയിച്ച മ്യൂസിക് പ്രോഗ്രാമും ഉണ്ടായി. മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പുതപ്പുകൾ വിതരണം ചെയ്തു. ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവത്തിന് സെപ്റ്റംബർ 22 തിങ്കളാഴ്ച തിരിതെളിയും. പ്രഗത്ഭരുടെ സംഗീത കച്ചേരിക്ക് പുറമെ നവാഗതരുടേതുൾപ്പെടെ പ്രഥമ കച്ചേരിയും അരങ്ങേറും. 30ാമത് സംഗീതോത്സവത്തിനാണ് ഇത്തവണ ക്ഷേത്രം വേദിയാവുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രം ഒരുങ്ങി. ഇത്തവണത്തെ സംഗീതോത്സവം സെപ്റ്റംബർ 22 തിങ്കളാഴ്ച ആരംഭിക്കും. വൈകിട്ട് 4 കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ അധ്യക്ഷനാകും. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി, നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുക്കും. തുടർന്ന് 6:45 സാകേതറാമിൻ്റെ പ്രധാന കച്ചേരി അരങ്ങേറും. 23 4:30 കമലാംബ നവാഭരണ കൃതികളുടെ ആലാപനവും 6:45 ഹൃദയേഷ് R കൃഷ്ണൻ നയിക്കുന്ന പ്രധാന കച്ചേരിയും അരങ്ങേറും. 24 രഞ്ജിനി രാധ, 25 വിശ്വേഷ് സ്വാമിനാഥൻ, 26 ഭരദ്വാജ് സുബ്രഹ്മണ്യം, 27 സ്വരാത്മിക ചെന്നൈ എന്നിവർ സംഗീത കച്ചേരി അവതരിപ്പിക്കും. 28 ഞായറാഴ്ച സംഗീതരംഗത്തെ നവപ്രതിഭകൾക്കായി സംഗീതാരാധനയും നടത്തും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കാവും പങ്കെടുക്കാനാവുക. വൈകിട്ട് 6:45 വിഘ്നേഷ് ഈശ്വറിൻ്റെ പ്രധാന കച്ചേരി അരങ്ങേറും. 29 തിങ്കളാഴ്ച KS വിഷ്ണുദേവ്, 30 NJ നന്ദിനി,
ഒക്ടോബർ 1 ബുധനാഴ്ച വൈകിട്ട് TNS കൃഷ്ണ എന്നിവർ പ്രധാന കച്ചേരി അവതരിപ്പിക്കും. ഒക്ടോബർ 2 വിജയദശമി ദിനത്തിൽ രാവിലെ 8:30 ഡോക്ടർ വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിൻ്റെ സമാപന കച്ചേരി, 10:30 പഞ്ചരത്ന കൃതികളുടെ ആലാപനം എന്നിവയോടെ സംഗീതോത്സവം സമാപിക്കും. വിദ്യാരംഭ ചടങ്ങുകളും വാഹനപൂജയും ദശമി ദിനത്തിൽ എല്ലാ വർഷത്തെയും പോലെ ക്ഷേത്രത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സാകേതരാമൻ്റെ കച്ചേരിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് TNS കൃഷ്ണ കച്ചേരിയോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രധാന കച്ചേരികൾ അവസാനിക്കുന്നു. ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രാരംഭം കുറിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സംഗീതനാടക അക്കാദമി സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കരിവെള്ളൂർ മുരളിയുടെ കരങ്ങളാലാണ്. അതിന് അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ BK ഹരിനാരായണൻ, ഗാനരചയിതാവും കവിയുമായിട്ടുള്ള BK ഹരിനാരായണനാണ് അധ്യക്ഷത വഹിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ്റെ വിശിഷ്ട സാന്നിധ്യം ഉണ്ടാവും. എല്ലാ കൊല്ലവും മുടങ്ങാതെ പങ്കെടുക്കുന്ന രാജകുമാരൻ മാഷ് ഈ കൊല്ലവും പങ്കെടുക്കുന്ന ആശംസകൾ നേരുന്നുണ്ട്. ഇതിനോടൊപ്പം പാലക്കാട് ഫൈനാൻസിൻ്റെ സെക്രട്ടറി, ഏതാണ്ട് 40 കൊല്ലത്തോളമായി പാലക്കാട് ഫൈനാൻസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സുബ്ബരാമനും ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കാൻ എത്തുന്നുണ്ട്. തുടർന്ന് ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഏരിയ മെമ്പർമാരായിട്ടുള്ള ശ്രീ രാമകൃഷ്ണൻ, ശ്രീമതി പ്രീത തുടങ്ങിയവരും ഈ വേദി പങ്കിടുന്നു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സമ്മാനോത്സവവും ഒരുക്കിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KB രാജേന്ദ്രൻ, ചീഫ് കോർഡിനേറ്റർ G സുബ്രഹ്മണ്യൻ, ജോയിന്റ് സെക്രട്ടറി സൂര്യ സുരേഷ് എന്നിവർ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. മണ്ണാർക്കാട്ടെ സാംസ്കാരിക സംഘടനയായ കേളിയുടെ 9ാം വാർഷികം ആഘോഷിച്ചു. റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. മണ്ണാർക്കാട് കേളി കലാസാഹിത്യവേദിയുടെ 9ാം വാർഷികം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. പ്രമുഖ പ്രഭാഷകൻ VK സുരേഷ് ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഥകളിൽ നിന്നാണ് കേളി എന്ന പദത്തിന്റെ തുടക്കം. കേൾവിയും കളിയും ചേർന്നതാണ് കേളി എന്ന് ഉദ്ഘാടകൻ KV സുരേഷ് ബാബു പറഞ്ഞു. കേളി എന്ന് പറയുന്നത് കളിയും കേൾവിയും ചേർന്നതാണ് കേളി. കേൾവിയും കളിയും ചേർന്നതാണ്. മലയാളം എഴുതു പ്രകാരം കേളി എന്ന് പറഞ്ഞാൽ കളിയാണ്, കേളികളായി. എന്നാൽ കേളി തുടങ്ങി എന്ന് പറഞ്ഞാൽ തുടക്കമാണ്. കഥകളിയിൽ നിന്നാണ് ആ പദം വന്നത്. കഥകളിയിൽ പ്രളയം എന്ന മട്ടിൽ മൃദംഗത്തിൽ താളം വീഴുമ്പോ കഴിയുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുവാനുള്ള ആദ്യത്തെ ചടങ്ങാണ് കേളി. കേളി പ്രസിഡന്റ് M ചന്ദ്രദാസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കേളിയുടെ പ്രവർത്തകൻ കൂടിയായ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഗിരീഷ് PA, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി പൊന്നാട അണിയിച്ച് ആദരിച്ചു. കേളിയുടെ ഉപഹാരം VK സുരേഷ് ബാബു നൽകി. റൂറൽ ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ, കേളി രക്ഷാധികാരികളായ TR സെബാസ്റ്റ്യൻ, M പുരുഷോത്തമൻ, KV രംഗനാഥൻ, കേളി സെക്രട്ടറി T ശിവപ്രകാശ്, ട്രഷറർ MG സിജു, ഹസൻ മുഹമ്മദ്, അച്യുതനുണ്ണി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് മണ്ണാർക്കാട്ടെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച കലാവിരുന്നോടെയാണ് വാർഷിക പരിപാടികൾ സമാപിച്ചത്. ശബരിമല ദർശനം ജീവിതചര്യയാക്കിയ ഒരാളെ പരിചയപ്പെടാം ഇനി. 57 വർഷത്തിനിടയിൽ 500-ൽ കൂടുതൽ തവണ കെട്ടുനിറച്ച് മല കയറി ദർശന പുണ്യം നേടിയ, ഇപ്പോഴും ശബരിമല ദർശനം തുടരുന്ന കിഴൂർ കുന്നത്തുകളം വീട്ടിൽ നാരായണൻകുട്ടി. നാട്ടുകാർക്കെല്ലാം ഇദ്ദേഹം പ്രിയപ്പെട്ട മണിയേട്ടൻ ഗുരുസ്വാമിയാണ്. അങ്ങനെ പറഞ്ഞാലേ അറിയൂ. കിഴൂരിലെ ആളുകൾക്ക് ഗുരുസ്വാമിയാണ് നാരായണൻകുട്ടി എന്ന മണി. 1968-ൽ 14-ാം വയസ്സിൽ തുടങ്ങിയതാണ് അയ്യപ്പ ദർശനം തേടിയുള്ള ഈ ശബരിമല യാത്ര. ഇന്ന് വയസ്സ് 71 ആയി. 57 വർഷത്തിനിടെ 500-ൽ കൂടുതൽ തവണ കെട്ടുനിറച്ച് മല കയറി ദർശന പുണ്യം നേടി. ഇപ്പോഴും മാലയിട്ട് വ്രതത്തിലാണ്. അയ്യപ്പനെ കാണാനുള്ള അടുത്ത യാത്രയ്ക്കായി. അയ്യപ്പനെ കാണാൻ ഒറ്റയ്ക്ക് കെട്ടുനിറച്ച് പോകുകയല്ല, ആയിരക്കണക്കിന് ആളുകളെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോയിട്ടുമുണ്ട്. എരുമേലിയിൽ നിന്നും കാളകെട്ടി അഴുത കരിമല താണ്ടി കാട്ടിലൂടെ നടന്നാണ് ആദ്യമൊക്കെ അയ്യനെ കാണാൻ പോയിരുന്നത്. 36 വർഷം ഇങ്ങനെ മല കയറി. 100 കെട്ടുവരെ ഒരേ സമയം നിറച്ച് സ്വാമിമാരോടൊപ്പം മലയ്ക്ക് പോയ സന്ദർഭങ്ങളുമുണ്ട്. ഇനി ആരെങ്കിലും വന്ന് മലയ്ക്ക് പോകണമെന്ന ആഗ്രഹമുണ്ട്, പണമില്ല എന്ന് പറഞ്ഞാൽ അടുത്ത യാത്രയിൽ അവരെയും ഒപ്പം കൂട്ടും. കെട്ടുനിറച്ച് നൽകുമ്പോൾ കിട്ടുന്ന ദക്ഷിണയൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ചിലവാക്കുമെന്ന് ഇദ്ദേഹം പറയുന്നു. വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെയായി മണിയേട്ടനൊപ്പം മല കയറിയവർ ഏറെയുണ്ട്.
ഇതിൽ ശബരിമല എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ 14 വയസ്സ് മുതൽ പോക്ക് തുടങ്ങി. 57 വർഷമായി പോക്ക് ഏകദേശം. അത് കഴിഞ്ഞു. അവിടേക്ക് പോയാലൊരു ചൈതന്യം വേറെയാണ്. ഒരു വർഷം പോയി കഴിഞ്ഞാൽ ആ പിറ്റത്തെ വർഷം ആ കാലം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിക്ക് പോകാൻ തോന്നും. അതാണ് അവിടുത്തെ ചൈതന്യം. എന്താ വെച്ചാൽ വേറൊരു അമ്പലത്തിൽ പോയി നമ്മൾ തൊഴുതിട്ട് വരും. പക്ഷേ അവിടെ അങ്ങനെയല്ല. ഒരു കൊല്ലം പോയി, ആ പിറ്റത്തെ വർഷം ആ സമയം വരുമ്പോൾ വീണ്ടും നമുക്ക് പോകാനുള്ളൊരു ആഗ്രഹം മനസ്സിലുദിക്കും. ഇപ്പം 57 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗുരുസ്വാമി എന്ന് പറയാൻ 18 കൊല്ലം പോയിട്ട് 18 കഴിഞ്ഞു. 18 കൊല്ലം പോയാൽ തെങ്ങ് വയ്ക്കണം എന്നുള്ളത്. തെങ്ങൊക്കെ ഈ 3 തവണയും വെച്ചതാണ്. അതിനൊന്നും യാതൊരു മുടക്കവും വന്നിട്ടില്ല. ഒരു കാര്യം, ശബരിമലയ്ക്ക് പോകുമ്പോൾ എല്ലാ സുഖദുഃഖങ്ങളും അനുഭവിക്കാൻ തയ്യാറായിട്ടാണ് ഒരു വ്യക്തി പോകുന്നത്, അല്ലേ? ടൂറ് പോവല്ല. ഇന്നുള്ളവർക്ക് എന്താ വെച്ചാൽ അതില്ല ഇതില്ല എന്ന് കൂടുതൽ പറയാൻ കാരണം അവർ വീട്ടിൽ അല്ലെങ്കിൽ പിന്നുള്ളവർക്ക് അവരെല്ലാ സുഖത്തിലും പോകണു. അവിടെ അതിനനുസരിച്ചുള്ളത് അവിടെ ചെല്ലുമ്പോൾ നമ്മളായിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളാണെങ്കിൽ അവിടെ നമ്മൾ സ്വാമിയാണ്. അവിടെ തത്വമസി എന്ന് എഴുതി വെച്ച ആ ഒരു വാക്ക് നമ്മൾ പാലിക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ മല കയറുന്നതിനേക്കാൾ മുമ്പുള്ള മലകയറ്റമാണ് മണിയേട്ടൻ്റെ ഓർമ്മകളിൽ ഓടിയെത്തുന്നത്. അന്നൊക്കെയായിരുന്നു മലകയറ്റം കഠിനമെന്ന മണിയേട്ടൻ. പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനും പന്തളത്ത് നടക്കുന്ന വിശ്വാസ സംഗമത്തിനും മണിയേട്ടന് ക്ഷണമുണ്ട്. നാട്ടിലെ ഒരു മികച്ച കർഷകൻ കൂടിയാണ് ഇദ്ദേഹം. പ്രസന്നകുമാരിയാണ് ഭാര്യ. മകൻ രാജഗോപാലൻ IT മേഖലയിലും മകൾ സുവർണരേഖ മെഡിക്കൽ ഫീൽഡിലും ജോലി ചെയ്യുന്നു. തനിയെ നടന്ന് മല കയറാൻ കഴിയുന്ന കാലം വരെ അയ്യനെ കാണാൻ പോകുമെന്ന് ഇദ്ദേഹം പറയുന്നു. എനിക്ക് എന്ന് ശബരിമലയ്ക്ക് നടന്നിട്ട് പമ്പയെ നടന്നിട്ട് പോകാൻ വയ്ക്കുന്ന കാലം വരെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ട്രോളിൽ നിന്നുള്ളൊരു ഇത് വരികയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഇന്നത്തെ ഞാൻ അവിടെ പോയിട്ട് അയ്യപ്പനെ കാണും എന്നുള്ളത്. ഇപ്പം എൻ്റെ കുടുംബത്തിലെല്ലാവരെയും അമ്മ, ഭാര്യ, മകള്, മകൻ, അവരുടെ 2 കുട്ടികളെ എല്ലാവരെയും ഞാൻ കൊണ്ടുപോയതാണ്. അമ്മയെ കൊണ്ടുപോയിരുന്നു 10-20 കൊല്ലം കൊണ്ടുപോയി. അപ്പോൾ അമ്മ ഒരു കൊല്ലം പറഞ്ഞു ഇനി എനിക്ക് ഇപ്പം തന്നെ വയ്യാറുണ്ട്. അങ്ങനെ നിർത്തിയതാണ്. മകൻ 10 കൊല്ലത്തിൽ കൂടുതൽ പോയി. പേരക്കുട്ടികളെ 4-5 കൊല്ലം കൊണ്ടുപോയി. മകളെ കൊണ്ടുപോയി. ഭാര്യ 3-4 കൊല്ലം കൊണ്ടുപോയി. അതിനൊന്നും യാതൊരു വിഘ്നങ്ങളും ഇന്നത്തെ വരെ വന്നിട്ടില്ല. ആ ദർശന പുണ്യം തേടിയുള്ള അടുത്ത യാത്ര ഈ മാസം 18-നാണ്. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. ഒരു ഇടവേള കൂടി. മറ്റു വാർത്തകൾ. അൽസലാമ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും നടന്നു. നിരവധി പേർ ക്യാമ്പുകളിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പും നേത്രപരിശോധനാ ക്യാമ്പും നടന്നത്. ക്യാമ്പിൽ പങ്കെടുത്തവർ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് രക്തം ദാനം ചെയ്തു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗവും സ്കൂൾ PTA എക്സിക്യൂട്ടീവ് അംഗവുമായ അനിൽ പുലിപ്ര രക്തം ദാനം ചെയ്ത് ക്യാമ്പുകൾ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് നമ്മുടെ NSSന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും നേത്ര നിർണയ ക്യാമ്പും ഇന്ന് നടക്കുകയുണ്ടായി. ഈ NSSന്റെ ഈ പ്രവർത്തനം പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുപാട് വ്യത്യസ്തമായ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ പരിപാടികൾ ഇവിടെ നടന്നിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഈ NSSന്റെ ക്യാമ്പിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാലിം, ബ്ലഡ് ബാങ്ക് സൂപ്പർവൈസർ മുഹമ്മദ് നജ്മുദ്ദീൻ, സ്റ്റാഫ് നഴ്സ് സൂര്യരവി, അൽസലാമ പ്രോജക്ട് കോർഡിനേറ്റർ P. അംജദ്, ക്യാമ്പ് കോർഡിനേറ്റർ P. രേഷ്മ, എഡ്രൂട്ട്സ് ഇന്റർനാഷണൽ BDO N. ശ്രീരാഗ് തുടങ്ങിയവർ പങ്കെടുത്തു. അൽസലാമ കണ്ണാശുപത്രിയിലെ ഒപ്റ്റോമെട്രിസ്റ്റുകളായ K. ഹസീന, K. മിൻഹ, C. നൌഷ, T. സന, M. K. ലാമിയ, A. സാദിയ, T. ഷഹലാദ്, നാജിയ തുടങ്ങിയവർ നേത്രപരിശോധന ക്യാമ്പിലെത്തിയവരുടെ കണ്ണുകൾ പരിശോധിച്ചു. കാഴ്ച സംരക്ഷണത്തിനാവശ്യമായ നിർദ്ദേശങ്ങളും നൽകി.
സ്കൂൾ പ്രിൻസിപ്പാൾ ജസ്മി തോമസ്, NSS പ്രോഗ്രാം ഓഫീസർ അയന ഗോവിന്ദ്, ജിജി രാമദാസ്, പി ജയൻ തുടങ്ങിയവർ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി. നാഷണൽ സർവീസ് സ്കീമിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നേത്രപരിശോധന, രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ അയന ഗോവിന്ദ് പറഞ്ഞു. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, നമ്മൾ നേത്ര പരിശോധനയും അതേപോലെ തന്നെ രക്തദാനത്തിൻ്റെ ഈ 2 പരിപാടികളാണ് നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത് നേത്ര പരിശോധന എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ വളരെ പ്രസക്തിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുട്ടികൾ കൂടുതൽ ഫോണുകളിലും മറ്റുള്ള കാര്യങ്ങളിലും ഇന്ന് അഡിക്ഷൻ ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഈ ഒരു ദിവസം തന്നെ ഒരു നേത്ര പരിശോധനയ്ക്ക് ഇന്ന് വളരെയധികം പ്രസക്തിയായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇന്ന് NSSൻ്റെ പേരിൽ ഞങ്ങളത് വിചാരിച്ചിരിക്കുന്നത്. കാരണം അതേപോലെ തന്നെ നമ്മൾ രക്തദാനത്തിൻ്റെ കേസിലാണെങ്കിൽ പോലും രക്തദാനം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ദാനമാണ്, ഒരു ജീവൻ്റെ നിലനിൽപ്പാണ്. അപ്പോൾ അതിനാൽ തന്നെ NSSൻ്റെ പേരിൽ ഈ 2 കാര്യങ്ങൾ, ഈ 2 പ്രവൃത്തികൾ ചെയ്യാൻ വളരെയധികം സന്തോഷവതിയാണ്. നിരവധി പേർ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു. രോഗികൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ രക്തം നൽകുന്നതിന് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നിരവധി രക്തദാന ക്യാമ്പുകളാണ് സംഘടിപ്പിക്കപ്പെട്ടത്. രക്തക്ഷാമം പരിഹരിക്കുകയാണ് ക്യാമ്പുകളുടെ മുഖ്യ ലക്ഷ്യം. അൽസലാമ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ ഇതിനകം 13,000-ഓളം സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ ക്യാമ്പുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 8,000-ലധികം പേർക്ക് സൗജന്യ ശസ്ത്രക്രിയ നടത്തി. 2003 മുതൽ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന അൽസലാമ കണ്ണാശുപത്രിയിൽ ഇതുവരെ 22 ലക്ഷത്തിലധികം ചികിത്സയാണ് നടത്തിയത്. വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയാണ് അൽസലാമ കണ്ണാശുപത്രി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് ഓണത്തോടനുബന്ധിച്ച് ആരംഭിച്ച സമ്മാന പദ്ധതിയുടെ ഭാഗമായി കനിഹ വെഡ്ഡിംഗ് സെന്ററിൽ 3ാം ഘട്ടത്തിലെ സമ്മാന അർഹരായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PP അബ്ദുൽ ലത്തീഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓണത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമ്മാന പദ്ധതിയായ 5 പവൻ സ്വർണവും 1001 സമ്മാനങ്ങളും എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കനിഹ വെഡ്ഡിംഗ് സെന്ററിൽ നിന്നും നറുക്കെടുപ്പിലൂടെ സമ്മാനം ലഭിച്ചവർക്ക് വിതരണം ചെയ്തത്. കനിഹയിലെ 3ാം ഘട്ട വിജയികൾക്കുള്ള സമ്മാന വിതരണമാണ് നടന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് PP അബ്ദുൽ ലത്തീഫ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം നമ്മളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി, അതായത് ഓരോ ഷോപ്പിനും അവരുടേതായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് വെച്ചൊരു പദ്ധതിയാണ്. 5 പവനാണ് 1ാം സമ്മാനം. അതോടൊപ്പം തന്നെ ഈ ഓരോ ആഴ്ചയിലെ 1001 സമ്മാനങ്ങളുടെ ലക്കി ഡ്രോ ആണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കനിഹ അതുമായി ബന്ധപ്പെട്ട് 4ാമത്തെ ഭാഗ്യശാലികളെയാണ് ഇന്നിവിടെ തിരഞ്ഞെടുക്കുന്നത്. അതോടൊപ്പം തന്നെ കനിഹയിൽ നിന്ന് ലഭിച്ച കഴിഞ്ഞ 3ാമത് ലക്കി ഡ്രോയിലെ സമ്മാന അർഹമായിട്ടുള്ള ആളുകൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ അതിയായ സന്തോഷം. സമ്മാനം ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കൂടാതെ 4ാം ഘട്ടത്തിലെ വിജയികളുടെ നറുക്കെടുപ്പും നടന്നു. കനിഹ വെഡ്ഡിംഗ് സെന്റർ മാനേജർ KK മാങ്കുർശി അധ്യക്ഷനായി. വുമൺസ് വിംഗ് പ്രസിഡന്റ് പ്രീത, സ്റ്റാഫുകൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി കനിഹ വെഡ്ഡിംഗ് സെന്റർ മാനേജർ KK മാങ്കുർശി പറഞ്ഞു. ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2025 നമ്മൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയായിട്ട് സഹകരിച്ചുകൊണ്ട് കനിഹ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാന കൂപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ നറുക്കെടുപ്പ് വീക്കിലി നമ്മൾ ഒരു 5 പേർക്ക് വെച്ചിട്ടുള്ള നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ നറുക്കെടുപ്പ് കഴിഞ്ഞു. അതിനുള്ള സമ്മാനദാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ 4ാമത് അടുത്തൊരു 5 പേർക്ക് കൂടി ഇന്ന് തന്നെ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ഡ്രോ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമ്മാനദാനം കിട്ടിയ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം എന്ന് പറയുകയാണ്. ഏലംകുളം പാലിയേറ്റീവ് സൊസൈറ്റിക്ക് കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം നിർമ്മാണത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം നടന്നു. ഏലംകുളം പറമ്പിലാണ് ഏലംകുളം പാലിയേറ്റീവ് സൊസൈറ്റിക്ക് കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം പുതുമന പുരുഷോത്തമൻ നമ്പൂതിരി നിർവഹിച്ചു. പാലിയേറ്റീവ് പ്രസിഡന്റ് സക്കീർ മാസ്റ്റർ പുന്നശ്ശേരി, സെക്രട്ടറി V അസീസ് മാസ്റ്റർ, ട്രഷറർ VK സിദ്ദിഖ് മാസ്റ്റർ, നിർമ്മാണ കമ്മിറ്റി കൺവീനർ AK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. സിറുഖിയ, KT ബക്കർ മാസ്റ്റർ, ജലീൽ കുന്നക്കാവ്, അസ്ലം KH, അഫ്സൽ KH, ഭാരതി, മുഹമ്മദ് അലി മുത്തുകുറിശി, ഹുസൈൻ മടാല, ബാലൻ, സിദ്ദിഖ് കുന്നക്കാവ്, അക്ബർ നെച്ചിയിൽ, നാസർ മടാല, ഇബ്രാഹിം മാണിക്കൻ, മുഹമ്മദ് പാലേങ്ങൽ, ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഷോർട്ട് ന്യൂസ്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റത്തിനെതിരെ പെരിന്തൽമണ്ണയിൽ CPM ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു.
നഗരസഭാ ഉപാധ്യക്ഷ എ നസീർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഇ രാജേഷ്, ഏലക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു, പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ, പി ഗോവിന്ദപ്രസാദ്, വി കെ റൌഫ്, പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി എന്നിവർ സംസാരിച്ചു. പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം എങ്ങനെയായിരുന്നു 48-ൽ? പിന്നീട് എങ്ങനെയൊക്കെയാണ് ആ പ്രദേശത്തിന്റെ ഗ്രാഫ് ചുരുങ്ങി വന്നത്? അതെങ്ങനെയാണ് ഗാസ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയത് എന്നൊക്കെ ഒരു ഇലസ്ട്രേഷൻ, ഗ്രാഫിക്കായിട്ടൊരു ഇലസ്ട്രേഷൻ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി കാണാം. അവരെന്താണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു കേട്ടത്. ഒരിക്കൽ പറഞ്ഞു കേട്ടത്, ഇസ്രായേലികളായ ഒരു കുടുംബം അല്ലെങ്കിൽ 10 കുടുംബങ്ങൾ ഒരു വണ്ടിയിൽ വന്ന് ഒരു സ്ഥലത്ത് ഇറങ്ങി അവിടെ കുറച്ച് ദിവസം താമസിക്കുക, പിന്നെ ഒന്നും ഒഴിഞ്ഞുപോയില്ല. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആക്രമണം നടത്തുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ CPM ചെർപ്പശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ടൗണിൽ നടന്ന പൊതുയോഗം S. അജയ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി കെ. നന്ദകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായി ചന്ദ്രബാബു, പി. രാമചന്ദ്രൻ, ലുക്മാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. രണ്ട് മനുഷ്യ ബോംബുകളെ വിമാനത്തിലേക്ക് വിട്ട് വേൾഡ് ട്രേഡ് സെന്റർ ചുട്ടുചാമ്പലാക്കുന്നത്, അതോടുകൂടി ഒസാമ ബിൻ ലാദനെ കൊല്ലണം. CPM ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി കെ. ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം കെ. രാമചന്ദ്രൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായി ബി. രാജേഷ്, എ. കെ. ഷീലാദേവി എന്നിവർ പങ്കെടുത്തു. ഇന്ന് നമ്മളെ പുച്ഛിക്കുന്ന ആളുകൾ ധാരാളമാണ്. യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ഈ ദിവസം സെപ്റ്റംബർ 15 നമ്മളിപ്പോ ആചരിക്കുന്നതിന്റെ ഒരു കാരണം സമീപകാലത്തെ ചില സംഭവങ്ങളാണ്. പശ്ചിമേഷ്യയിലാകെ സംഘർഷമാണ്. അവിടെയുള്ള പാലസ്തീൻ എന്ന രാജ്യം രാജ്യം ഇല്ലാതെയായി ഓൾറെഡി. അവിടെയുള്ള ജനങ്ങളെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വാക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കണം. വംശഹത്യ, അല്ലാതെ യുദ്ധത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബോംബിംഗ് അല്ല, അല്ലെങ്കിൽ ആക്രമണമല്ല, വംശഹത്യ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുലിഭീതി നിലനിൽക്കുന്ന പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ പ്രതിഷേധം. പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് നീക്കിയത് ബലം പ്രയോഗിച്ച്. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്ന ജനപ്രതിനിധികളും നാട്ടുകാരും. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിൽ വാടക വീട്ടിൽ നിന്നും ലഹരി വസ്തുക്കളും പടക്കശേഖരവും പിടികൂടിയ സംഭവം. 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം പ്രതികൾക്കെതിരെ കേസ്. വല്ലപ്പുഴ പൊന്മുഖം മലയിലെ മണ്ണിടിച്ചിൽ. ഉദ്യോഗസ്ഥരുടെ സംഘം മലയിൽ പരിശോധന നടത്തി. മഴ തുടർന്നാൽ മലയോട് ചേർന്ന് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്ന ഉദ്യോഗസ്ഥർ. പാറക്കല്ലുകൾ വലിയ ഭീഷണി. നിർമ്മാണം പൂർത്തിയായി. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം നിർവഹിച്ച കുമരമ്പത്തൂർ പഞ്ചായത്ത് കെട്ടിടത്തിന് വീണ്ടും ടെൻഡർ വിളിച്ചതായി LDF. ഇത് വൻ അഴിമതിക്കുള്ള നീക്കമെന്നും നേതാക്കൾ. കെട്ടിട നിർമ്മാണ പൂർത്തീകരണത്തിനാണ് 20 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. പട്ടാമ്പി നഗരസഭയുടെ പൊതുശ്മശാന നവീകരണത്തിന് MP ഫണ്ട് വിനിയോഗിക്കാത്തതിൽ പ്രതിഷേധം. UDF കൗൺസിലർമാർ സെക്രട്ടറിയെ ഉപരോധിച്ചു. ഫണ്ട് നൽകിയിട്ടും വിനിയോഗിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് നേതാക്കൾ. മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളന പ്രചാരണ ജാഥയ്ക്ക് മണ്ണാർക്കാട് നൽകിയ സ്വീകരണങ്ങളിൽ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിട്ടുനിന്നത് ചർച്ചയാകുന്നു. നേരത്തെ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ എത്താതെ ജാഥ. വിട്ടുനിന്ന നേതാക്കൾക്കെതിരെ പാർട്ടിയിൽ അമർഷം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.